ഇന്നത്തെ വചനചിന്തയ്ക്കായി 91 സങ്കീർത്തനം അതിൻ്റെ 13 വചനത്തിൽ, സിംഹത്തിന്മേലും അണലിയുടെ മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും എന്ന് എഴുതിയിരിക്കുന്നു. നമ്മെ തക്ക നോക്കിയിരുന്ന് കൊത്തുവാനും അതിൻ്റെ വിഷം നമ്മിൽ ചെലുത്തുവാനും നിൽക്കുന്ന പാമ്പിനെയും, നമ്മെ കടിച്ചു കീറുവാനും വിഴുങ്ങുവാനും വരുന്ന സിംഹത്തെ ചവിട്ടുവാനും മെതിച്ചു കളയുവാനും ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. സാധാരണയായി ഒരു മനുഷ്യന് പാമ്പിനെ ചവിട്ടുക എന്നതും സിംഹത്തെ മെതിക്കുക എന്നതും അസാധ്യമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അതിന് സാധിക്കുകയില്ല. എങ്ങനെയാണ് നമുക്ക് സിംഹത്തെ മെതിക്കുവാനും പെരുമ്പാമ്പിനെ ചവിട്ടിക്കളയുവാനും സാധിക്കുക? ആരോടാണ് വചനം ഇങ്ങനെയായി പറയുന്നത്? 91 സങ്കീർത്തനം അതിൻ്റെ 1 വചനത്തിൽ ഇങ്ങനെയായി പറയുന്നു: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ് സിംഹത്തെ മെതിക്കുക എന്നും പാമ്പിനെ ചവിട്ടുക എന്നും പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാമ്പ് എന്നത് നമ്മുടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന നമ്മിലുള്ള പാപ സ്വഭാവങ്ങളെ കുറിച്ചാകുന്നു. പാമ്പ് കടിച്ചാൽ ആ പാമ്പിലുള്ള വിഷം നമ്മുടെ ശരീരത്തിൽ മുഴുവനായി കലരുന്നത് പോലെ തന്നെ നാം ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ആത്മാവിനെ മുഴുവനായി നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സിംഹം എന്നത് നമ്മെ വിഴുങ്ങുവാൻ നോക്കുന്ന പ്രശ്നങ്ങളെ കുറിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങളെ, അതുപോലെ നമ്മുടെ അനുഗ്രഹങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, കുടുംബജീവിതത്തെ ഭിന്നിപ്പിക്കുന്നതുമായ ശക്തികളെ, ഇവയെല്ലാം ജയിക്കുക എന്നതാണ് സിംഹത്തെ മെതിക്കുക എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള നല്ല ജീവിതത്തിൽ ആത്മീയതയും ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാം നശിപ്പിക്കുന്ന ഈ ശക്തികളെ നമ്മുടെ കാൽ കീഴിലാക്കി മെതിച്ചു കളയുവാൻ വചനം പറയുന്നു. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പെരുമ്പാമ്പിനെയും സിംഹത്തെയും നേരിടുവാൻ കഴിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും വരുന്ന ഈ പ്രശ്നങ്ങളെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടുവാനോ നമ്മുടെ കാൽ കീഴിലാക്കുവാനോ കഴിയുകയില്ല. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിലാണെങ്കിൽ, സർവശക്തൻ്റെ നിഴലിലാണെങ്കിൽ, നമ്മെ തകർക്കുന്ന ഈ പ്രശ്നങ്ങളെ നമ്മുടെ കാൽ കീഴിലാക്കി ചവിട്ടുവാനും മെതിക്കുവാനും അതിൻ്റെ മീതെ ഒരു വലിയ ജയം കൈവരിക്കുവാനും നമുക്ക് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.